ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസും BJPയും മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. 7 ഘട്ടങ്ങളിലായാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിലെ 102 മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. പിന്നാലെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. BJPയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. നാളെ പ്രധാനമന്ത്രി ഭൂട്ടാൻ സന്ദർശനം തുടങ്ങാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ വേഗത്തിലാക്കിയത്. പ്രവാചക നിന്ദാ പരാമർശത്തിന് നടപടി നേരിട്ട നൂപുർ ശർമ്മയെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന. വരുൺ ഗാന്ധിക്ക് സിറ്റിംഗ് സീറ്റായ പിലിഭത്തിൽ ഇക്കുറി സീറ്റ് നൽകിയേക്കില്ല. സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധിക്ക് BJP വീണ്ടും സീറ്റ് നൽകുമെന്നാണ് വിവരം. മേനകാ ഗാന്ധിയുമായുള്ള ഭിന്നത അവസാനിപ്പിച്ചതായി ഉത്തർപ്രദേശ് ഘടകം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. 24 ഡൽഹി. തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന 21 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് DMK. അണ്ണാ DMK 16 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. ഗവർണർമാരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടെയാകുമെന്നതുൾപ്പെടെ പ്രധാന വാഗ്ദാനങ്ങളുമായി DMK പ്രകടന പത്രികയും പുറത്തിറക്കി. DMKയുടെ 21 സ്ഥാനാർത്ഥികളിൽ 11 പേർ പുതുമുഖങ്ങളാണ്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, A രാജ നീലഗിരിയിൽ നിന്നും, ദയാനിധി മാരൻ സെൻട്രൽ ചെന്നൈയിൽ നിന്നും, TR ബാലു ശ്രീപെരുമ്പത്തൂരിൽ നിന്നും മത്സരിക്കും. കഴിഞ്ഞ തവണ 21 സീറ്റുകളിലാണ് DMK മത്സരിച്ചത്. 64 പേജുള്ള പ്രകടന പത്രികയും DMK പുറത്തിറക്കി. ഗവർണർമാരുടെ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടെയാക്കുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്ര പദവി, CAA, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, നീറ്റ് പരീക്ഷ എന്നിവ റദ്ദാക്കും എന്നിവയാണ് മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ. അണ്ണാ DMK ആദ്യ പട്ടികയിൽ 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിൽ 14 പേർ പുതുമുഖങ്ങളാണ്. വിജയകാന്തിന്റെ DMDK അണ്ണാ DMK മുന്നണിയിലെത്തി. 5 സീറ്റുകളാണ് ഇവർക്ക് നൽകിയത്. SDPA, പുതിയ തമിഴകം കക്ഷി എന്നിവർക്ക് ഓരോ സീറ്റുകളും നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ. വിവാദങ്ങൾക്ക് പിന്നാലെ മാപ്പ് പറഞ്ഞ് ശോഭ കരന്തലജെ. വിദ്വേഷ പരാമർശത്തിൽ തമിഴ് ജനതയോട് മാപ്പ് പറഞ്ഞ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. തമിഴ്നാട്ടുകാർ ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുന്നുവെന്ന പ്രസ്താവനയായിരുന്നു വിവാദമായത്. എന്നാൽ മുഴുവൻ തമിഴ്നാട്ടുകാരെയും അല്ല ഉദ്ദേശിച്ചത് എന്ന വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തി. മലയാളികൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്ന പ്രസ്താവന ശോഭ കരന്തലജെ പിൻവലിച്ചില്ല. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, ഈ വിവാദങ്ങൾക്ക് പിന്നാലെ മാപ്പ് പറയുന്നു ശോഭ കരന്തലജെ. അതിൽ ഇപ്പോൾ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നുണ്ട്. ഏതു തരത്തിലാണ് ഈ വിവാദം ഇപ്പോൾ പുരോഗമിക്കുന്നത് മനേഷ്? പ്രജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാധ്യമങ്ങളോടാണ് ഈ രീതിയിലുള്ളൊരു പ്രസ്താവന ശോഭ കരന്തലജയുടെ ഭാഗത്തു നിന്നും ബംഗളൂരുവിൽ നിന്നും ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞത്, ഒന്ന്, മലയാളികൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നു, തമിഴ്നാട്ടുകാർ പരിശീലനം നേടി ബംഗളൂരുവിലെത്തി സ്ഫോടനം നടത്തുന്നു എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി വനമേഖലയിലാണ് പരിശീലനം നേടിയത് എന്നുള്ളൊരു കാര്യമാണ് ഈ കാര്യത്തിൽ ഈ ഒരു പ്രസ്താവനയ്ക്ക് ആധാരമായി ഉള്ളത്. എന്തായാലും വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുണ്ടാകുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെ രംഗത്ത് വരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മാപ്പപേക്ഷയുമായി ശോഭ കരന്തലജെ രംഗത്തെത്തിയത്. എല്ലാ തമിഴ്നാട്ടുകാരെയും ഉദ്ദേശിച്ചില്ല, ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. തമിഴ്നാട്ടുകാരും കർണാടകക്കാരും വളരെ സാഹോദര്യത്തിൽ സമാധാനത്തിലാണ് കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല, ഈ മാപ്പപേക്ഷ നൽകുമ്പോൾ തന്നെ, മാപ്പപേക്ഷ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. കൃഷ്ണഗിരി എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ മൂക്കിന് താഴെയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിൽ പരിശീലനം നടത്തിക്കൊണ്ട് ബംഗളൂരുവിൽ സ്ഫോടനം നടത്താൻ പ്രതി എത്തിയത്. അത്തരത്തിലുള്ള, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് DMK കളിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ശോഭ കരന്തലജെ പറയുകയും ചെയ്തത്. എന്നാൽ കേരളത്തിനെതിരായിട്ടുള്ള പരാമർശം, കേരളത്തിൽ മലയാളികൾ
കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നു എന്ന പരാമർശം പിൻവലിക്കാനോ മാപ്പ് പറയാനോ എന്തായാലും ശോഭാ കരന്തലജെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അതിനിടെ തമിഴ്നാട്ടുകാരോടുള്ള ഈ ഒരു പ്രസ്താവന വിദ്വേഷ പരാമർശത്തിനെതിരെ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് ഇരു സംസ്ഥാനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്, അതിൽ നടപടി വേണമെന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ശ്രീജിത്ത്, ശരി, തമിഴ്നാടിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയുന്നു ശോഭാ കരന്തലജെ. പക്ഷേ കേരളത്തിനെതിരായ മോശം പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുമില്ല. സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ മറ്റാരുടെയും അനുവാദം ആവശ്യമില്ലെന്നും എപ്പോഴും സ്വാഗതമെന്നും കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് കുറിപ്പിലാണ് നിലപാട് വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ആരോപിച്ചത് വിവാദമായിരുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നാണ് ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ പ്രചാരണ വിഷയമായി മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ കലാമണ്ഡലം ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം എന്താണ്? അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? എന്തായാലും ഈ വിവാദങ്ങൾക്ക് ഇപ്പോൾ ഈ കലാമണ്ഡലം ഗോപിയാശാൻ തന്നെ ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് സ്വാഗതം, എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിയ ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിലേക്ക് വരുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്, സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായും അതായത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം കാണാതെ പോകാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് അവസാന വരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഈ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ അത് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയെ പ്രതിരോധത്തിലേക്ക് ആക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്ന് പറഞ്ഞിരുന്നത് അതായത് ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വാധീനിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബ ഡോക്ടർ ശ്രമിച്ചുവെന്നും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള ആവശ്യം പറഞ്ഞ സമയത്ത് അത് നിരസിച്ചതിന്റെ പേരിൽ പത്മശ്രീ വേണ്ടേ എന്ന തരത്തിൽ ചോദിച്ചു എന്നുള്ളതായിരുന്നു മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ഏറെ വിവാദമായതിന് പിന്നാലെ മകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോഴും മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായും തള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരിട്ട് സുരേഷ് ഗോപിക്ക് വരാം, അതായത് മറ്റൊരാളിലൂടെ വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നുള്ളതാണ് കലാമണ്ഡലം ഗോപിയോട് അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം സ്നേഹബന്ധമുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ഈ സ്നേഹത്തിന്റെ പുറത്ത് തന്നെ കാണുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഫേസ്ബുക്കിലൂടെ ഗോപി ആശാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ വിവാദങ്ങളിൽ കഴിഞ്ഞ ദിവസം എല്ലാം സുരേഷ് ഗോപി അതിവൈകാരികമായി പ്രതികരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ സ്നേഹബന്ധമുള്ള ആളാണ് കലാമണ്ഡലം ഗോപി, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ട്, അത് കാണണമെന്ന് പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എതിർപ്പ് ഉന്നയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകണമെന്ന് കരുതിയിരിക്കുന്ന ഗുരുദക്ഷിണ അത് ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് വണങ്ങും എന്ന തരത്തിലെല്ലാം അതിവൈകാരികമായി സുരേഷ് ഗോപി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രതികരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വിവാദമായതിന് തൊട്ടു പിന്നാലെ ഇന്ന് എന്തായാലും ഗോപി ആശാൻ തന്നെ ഇതിലൊരു നിലപാട് വ്യക്തമാക്കുന്നു. ഏത് സമയത്തും സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാം, ആ സ്നേഹത്തിന്റെ പുറത്ത് അദ്ദേഹം വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിലൂടെ പറയുന്നത്. TK, ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനൊപ്പം വേദി പങ്കിട്ട ഭാരവാഹിക്കെതിരെ കൂടുതൽ നടപടിയുമായി NSS. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. തോമസ് ചാഴിക്കാടന്റെ പാലായിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിലാണ് CP ചന്ദ്രൻ നായർ പങ്കെടുത്തത്. മീനച്ചിൽ NSS താലൂക്ക് യൂണിയനിലെ ഒരു വിഭാഗം ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചു. തുടർന്ന് NSS നേതൃത്വം CP ചന്ദ്രൻ നായരെ മീനച്ചിൽ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. വൈസ് പ്രസിഡന്റിന് ചുമതല നൽകി പുതിയ കമ്മിറ്റിയും രൂപീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ഡയറക്ടർ ബോർഡിൽ നിന്നും ചന്ദ്രൻ നായരെ പുറത്താക്കിയത്. സമദൂരമെന്ന NSS നിലപാടിനെതിരെ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലാണ് നടപടി. വിഷയം അടഞ്ഞ അധ്യായമാണെന്നും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചു. സംഭവത്തിൽ LDFും തോമസ് ചാഴിക്കാടനും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാലാ നഗരസഭയിൽ ചന്ദ്രൻ നായർ ഇടത് സ്വതന്ത്രനായി കൌൺസിലറായിരുന്നു. 24 കോട്ടയം. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ UDF ലേബലിൽ വോട്ട് പിടിക്കുന്നുവെന്ന ആരോപണവുമായി UDF. LDF ആണെന്ന് ധൈര്യമായി പറയാൻ സാധിക്കുന്നില്ല എന്നും പോസ്റ്ററുകളിൽ ഇത് വ്യക്തമാണെന്നും ഫ്രാൻസിസ് ജോർജ് ആരോപിച്ചു. UDF തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നായിരുന്നു ചാഴിക്കാടന്റെ പ്രതികരണം. കോട്ടയത്ത് പോരാട്ടം കടുക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമാവുകയാണ്. LDF സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കാൻ തോമസ് ചാഴിക്കാടന് ധൈര്യമില്ലെന്നാണ് UDFന്റെ പുതിയ ആരോപണം.
UDF ലേബലിൽ അറിയപ്പെടാനാണ് ചാഴിക്കാടൻ ശ്രമിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന് മുകളിൽ ചെറിയൊരു ഒരു പോസ്റ്റർ, നമ്മുടെ ചിഹ്നം കൃത്യം ആ ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന് മുകളിൽ നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് ചെറിയൊരു വലിയ തോതിൽ 2 ചിഹ്നത്തിന്റെ പടം വെച്ച് വളരെ ചെറുതായി സ്ഥാനാർത്ഥിയുടെ പടവും അതിലും ചെറുതായി LDF എന്നും കാണിച്ച് ഒരു പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നു. അതൊരു ക്ലിയർ ആയിട്ടും ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ആരോപണങ്ങളെ പൂർണ്ണമായും തോമസ് ചാഴിക്കാടൻ തള്ളി. തെറ്റിദ്ധാരണ പരത്തുകയാണ് UDF എന്നും UDF പുറത്താക്കിയപ്പോൾ കാലുപിടിച്ച് കിടക്കാതിരുന്നത് ആത്മബോധമുള്ളതുകൊണ്ടാണെന്നും ചാഴിക്കാടൻ പറഞ്ഞു. യാതൊരു കാരണവശാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ UDFൽ നിന്നും ഞങ്ങളെ പുറത്താക്കി എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങളുടെ ആത്മബോധം ഞങ്ങളെ അവിടെ കെട്ടിക്കിടക്കാൻ കാലുപിടിക്കാൻ അനുവദിച്ചില്ല. ഒരിടത്തും ഇപ്പോൾ UDF എന്ന് പറയാറില്ല. ഒരു കാരണവശാലും അങ്ങനെ പറയുകയില്ല. 24 കോട്ടയം. 24ന്റെ ഇലക്ഷൻ പ്രത്യേക പരിപാടി സൈക്കിൾ യജ്ഞം. ഇലക്ഷൻ സൈക്കിൾ യജ്ഞത്തിന്റെ പര്യടനം തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. അന്തിക്കാട് ഗ്രാമത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ് സൈക്കിൾ യജ്ഞം ഇനി പോകുന്നത്. നല്ലൊരു കർഷകനായ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും ഒപ്പമുണ്ട് സൈക്കിൾ യജ്ഞത്തിലേക്ക്. നല്ല മനോഹരമായ പാടം, പച്ച പുതച്ച താഴ്വാരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ. അതിന്റെ നടുക്ക് കൂടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കനാലുണ്ട്, ഒരു തോടുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു സൂര്യകാന്തി തോട്ടവും കൂടി കാണാം. അതിന്റെ ഇടയിൽ ഈ തണ്ണിമത്തൻ കൃഷിയുണ്ട്. നമ്മൾ അവിടെ പോയപ്പോൾ തണ്ണിമത്തൻ കഴിക്കാനും കിട്ടിയിരുന്നില്ല. എനിക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ സ്വാദുണ്ട്, ഭയങ്കര മധുരമുള്ള എന്ത് ടേസ്റ്റ് ആണല്ലേ. വിളവെടുപ്പൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, നമുക്ക് അത് കാണാനും കൂടി ഉള്ള ഒരു അവസരം കൂടിയാണെന്ന് തോന്നുന്നു അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ ഈ പാടമൊക്കെ ആരുടെയാണെന്നും കൂടി നമുക്ക് അറിയണ്ടേ. അപ്പൊ ഈ പോകുന്ന ആൾ ആരാന്ന് നോക്കാം. അല്ല, ഇതിന്റെ അത് കുറച്ച് വിശേഷങ്ങളും നമുക്ക് അറിയാം. തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ ഭയങ്കര കത്തി നിൽക്കുമ്പോൾ സൂര്യനും വല്ലാത്ത ചൂടിലാണ്. ഇത്തവണ നമ്മൾ കേരളം ചുട്ടുകൊള്ളും എന്നാണ് പറയുന്നത്. പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. കൃഷി ചൂടും വെയിലും ഒക്കെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാവുന്ന പല വിളകളുണ്ട്. ചൂടുള്ള സമയത്ത് മാത്രം കൃഷി ചെയ്യാവുന്ന വിളയാണ് തണ്ണിമത്തൻ. അത് തണുപ്പിൽ ചെയ്യാൻ പറ്റില്ല. അതെ, നമ്മുടെ ഇപ്പോഴത്തെ കൃഷിമന്ത്രിക്കാണെങ്കിലും താങ്കളും മുന്നത്തെ കൃഷിമന്ത്രിയാണ്. ഈ CPI കറക്റ്റ് കൃഷിയോട് താല്പര്യമുള്ളവരെയാണോ കൃഷിമന്ത്രിയാക്കുന്നത്? അല്ല, കൃഷി എന്ന് പറഞ്ഞാൽ നമ്മള് കൃഷിയുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് സത്യത്തില്. അപ്പോൾ ഞാൻ കൃഷിമന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തില് 4.5 ലക്ഷം ടൺ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് 20-22 ലക്ഷം ടൺ പച്ചക്കറി വേണം. മന്ത്രിയായിരുന്ന സമയത്ത് പോലും മണ്ഡലത്തിലെ കൃഷി നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ സജീവമായിരുന്നു. എല്ലാ എന്റെ വീട്ടിലും കൃഷി. അതെന്തുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തതെന്ന് എല്ലാ മന്ത്രിമാരുടെ വീട്ടിലും കൃഷി ചെയ്യിപ്പിച്ചു. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ കൃഷി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കൃഷിക്ക് നമ്മൾ ആളുകളെ ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ ചേറിൽ കൈകൂത്താത്തവന് ചോറിൽ കൈകൂത്താൻ അവകാശമില്ല എന്നാണ് പണ്ട് കാരണവർ പറയും. ഞാനിവിടെ MLA ആയിരുന്നു 2006. അപ്പം അന്ന് ഈ പാടശേഖരം 40 കൊല്ലമായിട്ട് കൃഷി ചെയ്യാതെ കിടന്ന പാടശേഖരമാണ്. അപ്പം അന്ന് ഞാനാണ് നേതൃത്വം കൊടുത്ത് ഇവിടെ കൃഷി പുനരാരംഭിച്ചത്. നമ്മളെല്ലാ കാലവും പറയുന്നത് യുവാക്കൾ കർഷകർ ആകുന്നില്ല. അതിൻ്റെ ഒരു കാരണം അവർക്ക് പൈസ കിട്ടുന്നില്ല, ജീവിക്കാനുള്ള പൈസ കിട്ടുന്നില്ല, വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ പുതുതായിട്ട് ഒരു വരുന്ന തലമുറ, അതിപ്പോ എനിക്ക് തോന്നുന്നു മാറി അതല്ല അവർ കൂടുതലായിട്ട് വരുന്നതിന്റെ ഒരു കാരണം എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? കുട്ടികൾ കൂടുതൽ വരുന്നുണ്ട്, കൃഷിയിലേക്ക് വരുന്നുണ്ട്. അതായത് ഇല്ല, IT വിട്ട് വന്ന 2-3 പേരെ എനിക്ക് സിംഗപ്പൂരിൽ. അല്ല, അവർ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതെ, അത് ഞാൻ പറയാം. ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇയാളെ ഒന്ന് വേർത്തിലുണ്ടാവും എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നറിയോ, കർഷകർക്ക് ശമ്പളം കൊടുക്കണം. കർഷകർക്ക് ശമ്പളം കൊടുക്കണം. പിന്നെ കൃഷിക്കാരുടെ ഭാര്യമാർക്ക് പ്രസവാനുകൂല്യം കൊടുക്കണം. സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ പ്രസവിക്കുന്നത് അല്ലേ? കൃഷിക്കാരുടെ ഭാര്യയും പ്രസവിക്കുന്നത് എല്ലാവരും വേദന ഒരുപോലെയാണ്. എന്താ നമ്മുടെ കർഷക ക്ഷേമ ബോർഡ് രാമേട്ടൻ പറഞ്ഞനുസരിച്ചാണ്. കർഷക ക്ഷേമ ബോർഡില് കൃഷിക്കാരുടെ ഭാര്യമാർക്ക് പ്രസവാനുകൂല്യം കൊടുത്തിട്ടുള്ള കർഷക ക്ഷേമ ബോർഡ് ബില്ലുണ്ടാക്കി ഞാനാ. അല്ല, അതുണ്ടാവണം. ഇന്ത്യയിലെ തന്നെ സെക്ടർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് കൃഷിയാണ്. എന്നിട്ട് അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള വലിയ ആരോപണം ഉണ്ടോ? ഇതൊരു 2ാം കെട്ട് പോലെ കർഷകർ കാണുന്നത്.
ഈ രാമേട്ടൻ പറഞ്ഞ പോലെ കൃഷിക്കാരൻ്റെ പെൺമക്കൾ കല്യാണം കഴിക്കണ്ടേ, അവർ കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള പൈസ, അവരുടെ ഭാര്യമാർ പ്രസവ ആനുകൂല്യം, ഇതൊക്കെ നൽകിയിട്ടുള്ള ഇന്ത്യയിലെ ഏക ബില്ലാണ് ഈ കേരളത്തിൽ ഞാൻ അവതരിപ്പിച്ച് പാസ്സാക്കിയ ബില്ല്. അതിപ്പോൾ നിലയിൽ വന്നിട്ടുണ്ട്. ആ ബില്ല് പൂർണ്ണമായ തോതിൽ നടപ്പാക്കി കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇവിടെ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം കൊണ്ടുപോയി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ, നാളിനെ കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കിയാൽ 1% കൃഷിക്കാരന് കൊടുക്കണം. അത് ലാഭവിഹിതം അതും ആ ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ രാമേട്ടനെ പോലെ കൃഷ്ണൻചേട്ടനെ പോലെ ആൾക്കാർ പറഞ്ഞാണ് ലാഭവിഹിതം ഉൾപ്പെടുത്തണം. അത് കേരളത്തിൽ നിയമസഭ പാസ്സാക്കിയ നിയമത്തിൽ കൊണ്ടുവന്നതാണ് ആ ബില്ല്. മകയിലും വാഴുന്ന തമ്പുരാട്ടി, മകയിലും വാഴുന്ന തമ്പുരാട്ടി, കീവയിലും കിമണ്ടം വന്നോളേണേ, കീവയിലും കിമണ്ടം വന്നോളേണേ. കേവലമുള്ള ജനങ്ങളൊക്കെ പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ നട്ടോട്ടം പാടുന്ന ജനങ്ങളാണ്. അതുതാനെ കാണുന്നു തമ്പുരാട്ടി, ഉള്ളം കയ്യൊന്നു തിരുമ്പിയമ്മ. നല്ലൊരു അവിടെ ജൈവവളത്തിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നല്ലേ, നല്ലൊരു സ്വാദുണ്ട്. ടേസ്റ്റ് നിങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചു കഴിഞ്ഞാലേ ആളിലൂടെ ഒന്ന് വഴികിട്ടുന്നത് അന്തിക്കാട് പഞ്ചായത്തിലെ ശ്രീരാമഞ്ചിറ എന്ന സ്ഥലമാണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ നല്ല ബെസ്റ്റ് തണ്ണിമത്തൻ പൊട്ടിച്ചൊഴുക്കി എടുത്തു കൊടുക്കും. അതായത് തോട്ടത്തിന്റെ പുതുമ, ഫാം ഫ്രഷ്. അപ്പൊ ഇത്തവണ തൃശ്ശൂർ ഇങ്ങ് എടുക്കും. അല്ല, തൃശ്ശൂർ ഞാൻ ഇവിടെ നിൽക്കുന്ന ആളല്ലേ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. മറ്റു വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പി വി അൻവർ ഉന്നയിച്ച പുനർജനി തട്ടിപ്പ് ആരോപണം ഏറ്റെടുത്ത LDF കൺവീനർ ഇ പി ജയരാജൻ. മത്സ്യപ്പെട്ടിയിൽ കൊണ്ടുവന്ന 150 കോടിയെക്കുറിച്ച് ED അന്വേഷിക്കുന്നില്ലെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു. ഇ പി ജയരാജൻ സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് LDF കൺവീനർ ഏറ്റെടുത്തത്. പി വി അൻവറിന്റെ ആരോപണത്തിന് വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി പറഞ്ഞില്ല. പുനർജനിയുടെ പേരിൽ പിരിച്ച പണം വിനിയോഗിച്ചിട്ടില്ല. സതീശൻ നൽകിയ വീടുകൾ പലതും സ്പോൺസർമാരുടെ സംഭാവനയാണ്. വി ഡി സതീശൻ BJPക്ക് മുൻപിൽ കീഴടങ്ങിയെന്നും ഇ പി ജയരാജൻ. വി ഡി സതീശനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് വി ഡി സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല. ഇ പി ജയരാജൻ LDF കൺവീനറാണോ NDA കൺവീനറാണോ എന്നതിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ഇ പി ജയരാജൻ ഇപ്പം സംസാരിക്കുന്നത് മുഴുവൻ BJPയുടെ ഭാഷയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? BJPക്ക് വേണ്ടി പറയുകയാണ്. ഈ പറച്ചിലും BJPക്ക് വേണ്ടിയിട്ടാണ്. അപ്പം BJPയുടെ സ്പോക്സ്മാനാണോ, BJPയുടെ NDA കൺവീനറാണോ, LDF കൺവീനറാണോ ജയരാജനുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. BJPക്ക് സ്വാധീനം കൂടുതലുള്ള മണ്ഡലങ്ങളിൽ LDF UDF സ്ഥാനാർത്ഥികളിൽ ആർക്കാണോ ജയസാധ്യത അവരെ വിജയിപ്പിക്കണമെന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ നിലപാട് വ്യക്തമാക്കി. അപ്പോൾ കേരളത്തിൽ ഈ BJPക്ക് സപ്പോർട്ട് ആയിക്കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ ഇടതുപക്ഷമാണോ അതല്ല ഈ കോൺഗ്രസ് ആണോ, കോൺഗ്രസ് മുന്നണിയാണോ, ആർക്കാണ് ജയസാധ്യത അവിടെ മറ്റേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇങ്ങോട്ട് വോട്ട് ചെയ്യണം. ചില സ്ഥലത്ത് കോൺഗ്രസ് ഇടതുപക്ഷത്തിനും ചില സ്ഥലത്ത് ഇടതുപക്ഷം ഈ കോൺഗ്രസ് മുന്നണിക്കും വോട്ട് ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ RJD നേതാവ് വി സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ. രഹസ്യമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ തുറന്ന രാഷ്ട്രീയം ചെയ്യുന്ന, തുറന്ന സംസാരിക്കുന്ന, ജനങ്ങൾ നേരിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളുടെ. ആൾക്കാർ ഇഷ്ടപ്രകാരം ഒരു വോട്ട് ചെയ്യട്ടെ. രഹസ്യ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്കും വേറെ ജയിക്കാൻ മാർഗമില്ലാത്തവരും ഇതൊക്കെ ചെയ്യട്ടെ, നോക്കട്ടെ. കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ലെന്നും സുരേന്ദ്രൻപിള്ള ഇടതുമുന്നണിയുടെ ശക്തനായ നേതാവാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. ബംഗാളിൽ കോൺഗ്രസ് CPIM പാർട്ടികൾ സീറ്റ് ധാരണയിൽ എത്തി. ബംഗാൾ, രാജസ്ഥാൻ, കർണാടക സംസ്ഥാനങ്ങളിലെ 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ ധാരണയായി. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് തുടരുകയാണ്. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കില്ല.
ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. തൃണമൂൽ കോൺഗ്രസിനെതിരെ ബംഗാളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും സീറ്റ് ധാരണയിലെത്തി. കോൺഗ്രസിന് 12 സീറ്റ് നൽകി. ഇടതു പാർട്ടികൾ 24 സീറ്റുകളിൽ മത്സരിക്കും. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന് 6 സീറ്റ് നൽകാനും ധാരണയായി. പുരുലിയ സീറ്റിൽ കോൺഗ്രസും ഫോർവേഡ് ബ്ലോക്കും തമ്മിൽ തർക്കം തുടരുകയാണ്. ബാസർഗഡ് സീറ്റിൽ CPI-CPIM തമ്മിൽ ധാരണയിലെത്തിയില്ല. 24 ഡൽഹി. കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. ഭാര്യയ്ക്ക് ഓഹരിയുള്ള വൈദേകവും രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയും തമ്മിലുള്ള ബിസിനസ് ബന്ധം നിഷേധിക്കാതെ LDF കൺവീനർ EP ജയരാജൻ. തന്റെ ഭാര്യ PK ഇന്ദിരയ്ക്ക് വൈദേകത്തിൽ ഓഹരി ഉണ്ടെന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവ് അശ്ലീല വീഡിയോ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനെന്നും EP ജയരാജൻ പറഞ്ഞു. വ്യാജചിത്രം പ്രചരിപ്പിച്ചെന്ന PK ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. EP ജയരാജന്റെ ബന്ധുക്കൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ പ്രതിനിധികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. വൈദേകം, നിരാമയ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധം അവരോട് തന്നെ ചോദിക്കണമെന്നാണ് EP ജയരാജന്റെ നിലപാട്. ഭാര്യ PK ഇന്ദിരയ്ക്ക് വൈദേകത്തിലുള്ള ഓഹരികൾ കൈമാറുമെന്നും വിവാദത്തിൽ പെടാനില്ലെന്നും EP ജയരാജൻ. ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. വിവാദത്തിന് തിരികൊളുത്തിയ പ്രതിപക്ഷ നേതാവിനെ EP ജയരാജൻ കടന്നാക്രമിച്ചു. ത്രിപുരയിലെ BJP MPയും രാജീവ് ചന്ദ്രശേഖരനും ഇരിക്കുന്ന ചിത്രത്തിൽ തന്റെ ഭാര്യയുടെ തല വെട്ടിച്ചേർത്തതിന് പിന്നിൽ VD സതീശൻ എന്നാണ് ആരോപണം. എൻ്റെ ഭാര്യയുടെ തല വെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസ്. വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 24 തിരുവനന്തപുരം. കലാമണ്ഡലം ഗോപിയാശാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. രാഷ്ട്രീയം BJP-കാരാവുമ്പോൾ എന്തുണ്ട്, BJP എന്നല്ല, രാഷ്ട്രീയക്കാരാവുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ, അവർ പലതും അതിന് വേണ്ടി സംസാരിക്കുന്നുണ്ടാവും, ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ചോദിച്ചതായിരിക്കാം എന്ന് നല്ലത് വിചാരിക്കുക, അതിനല്ലേ പറയാനുള്ളൂ. സന്തോഷത്തോടെ സ്വീകരിക്കണം. ഏത് അയ്യോ, അതിനിപ്പോൾ സന്തോഷത്തോടു കൂടി അല്ലാണ്ട് അത് മനപ്രയാസത്തോടു കൂടി സ്വീകരിക്കില്ലല്ലോ ആരും. അത് പന്ത് വരെ പറഞ്ഞിട്ടുമില്ലല്ലോ. സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് തിരുത്തുകയാണ് വേണ്ടതെന്ന് മാത്രം. പിന്നെ ഈ കാര്യം പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത്, അതായത് വീഡിയോ കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീഡിയോ കൊടുക്കാം. ഇലക്ഷന് തൃശ്ശൂർ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ കൊടുത്തിട്ട് ഫലമില്ല. ഞാൻ ഈ ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ടുള്ള ആളാവുക കാരണം അതിന് മറ്റേത് കൊടുക്കണതിലൊരു ഫലമില്ല. സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി രാഷ്ട്രീയ കളിയല്ലല്ലോ കളിക്കേണ്ടത്. രാഷ്ട്രീയക്കാർ തമ്മിലാവാം, എന്നല്ലാണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ പെട്ടതുമല്ല. അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത് മാത്രമേ ചോദിച്ചു. കൊടുക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ ഉദ്ദേശിച്ചതാണ്. ആരും ചോദിച്ചാൽ നമ്മളാ രാധാകൃഷ്ണൻ്റെ അല്ല, അത് ഞാൻ എൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്യുന്നത് രാധാകൃഷ്ണനാണ്. അത് സംശയമില്ല. അതായത് രാധാകൃഷ്ണൻ രണ്ട് കാര്യമാണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം വെച്ചാൽ സ്നേഹബന്ധം അങ്ങേറ്റുള്ളവരാണ്. കലാമണ്ഡലമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് രാധാകൃഷ്ണൻ. ഈ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിനെ രാഷ്ട്രീയക്കാരിൽ കൂടുതൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക പെരുമാറ്റത്തിൻ്റെ സുഖം, സന്തോഷം. അതായത് അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരെ എല്ലാവരും ഇഷ്ടമാണ്, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം രാഷ്ട്രീയ CPM ആണ്, ആയിക്കോട്ടെ. പക്ഷേ ഇതാണ് കാര്യം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടും ആ സ്നേഹത്തിൻ്റെ നിലവാരം ആലോചിച്ച് നോക്കുമ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ CPM ആണ്. അപ്പോൾ അതിച്ചാൽ CPM വെച്ചാൽ ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തുണ്ട് ചോദിച്ചെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വോട്ട് കൊടുക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. അതത്ര തന്നെ ഉള്ളൂ. അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചാൽ എനിക്ക്
അതിനോട് പാർട്ടിയോട് വിരോധമില്ല, ഇടതുപക്ഷത്തിനോട് വിരോധമില്ല. അല്ല, ഇടതുപക്ഷത്ത് കുറച്ച് ചായ്പുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ച് മറ്റുള്ളവരെല്ലാവരും തോൽക്കണമെന്നൊന്നും ആഗ്രഹം എനിക്ക് കിട്ടില്ല. ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹം. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കലാമണ്ഡലം ഗോപിയാശാൻ. സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ വീട്ടിലേക്ക് വരാം, സ്നേഹത്തോടുകൂടി തന്നെ സ്വീകരിക്കും എന്നാണ് കലാമണ്ഡലം ഗോപിയാശാൻ വ്യക്തമാക്കുന്നത്. കളമശ്ശേരിയിൽ നടുറോഡിൽ അതിക്രമം. കൊച്ചി കളമശ്ശേരിയിൽ നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കളമശ്ശേരി സ്വദേശി നീനു ടാൻസൺ ചികിത്സയിലാണ്. എറണാകുളം കോമ്പാർ സ്വദേശി അഷൽ പിടിയിലായി. കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ആക്രമണമെന്ന് പോലീസ്. ഇന്ന് രാവിലെ 9:30യോടെയാണ് ആക്രമണം. ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന നീനുവിനെ AKG റോഡിൽ വെച്ച് അഷൽ തടഞ്ഞു നിർത്തി. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച അഷൽ കഴുത്തിന് വെട്ടുകയായിരുന്നു. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് നീനുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പെട്ടെന്ന് ആക്രമണമായിരുന്നു. അവൻ ഇൻഫീൽഡ് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോയി. കുട്ടി രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങിപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആക്രമണത്തിന് ശേഷം അഷൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. 27-കാരിയായ നീനുവും 34-കാരനായ അഷലും വിവാഹിതരായിട്ട് 8 വർഷമായി. 8 വർഷം മുമ്പ് വിവാഹിതരായ ഇരുവരും കഴിഞ്ഞ 1 വർഷമായി പിരിഞ്ഞു താമസിക്കുകയാണ്. അഷൽ പതിവായി നീനു താമസിക്കുന്ന കളമശ്ശേരിയിലെ വീടിന് സമീപമെത്തി ബഹളം വെക്കാറുണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. 24 കൊച്ചി. വിഴിഞ്ഞം അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗതാഗത മന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അമിതഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് മരിച്ച അനന്തുവിന് നാടിന്റെ വിട. മുക്കോലയിലെ വീട്ടിലും നെയ്യാറ്റിൻകരയിലെ കോളേജിലും 100 കണക്കിന് ആളുകളാണ് അനന്തുവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. ഇന്നലെ മുക്കോലയിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയതാണ് BDS 4ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന അനന്തു. കോളേജിലെത്തിയത് ചേതനയേറ്റ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കോളേജിൽ സഹപാഠികളും അധ്യാപകരും അനന്തുവിന് അന്തിമോപചാരമർപ്പിച്ചു. വീട്ടിലെ പൊതുദർശനവും സങ്കടക്കടലായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിക്കാനെത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. അനന്തുവിന്റെ കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടി അദാനി കമ്പനി തന്നെ തയ്യാറാവണം. നല്ല സഹായം അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉറപ്പെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. ഈ ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും എന്നെ ആക്രമിക്കുന്നതിനാണെന്ന് എനിക്ക് പറയുന്നത്. ആ റിപ്പോർട്ട് ആവശ്യമുണ്ട്, നാളെ കിട്ടും. അതിനകത്ത് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കേണ്ടത്. കർശന നടപടി വേണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിൽ പ്രതിഷേധം നടന്നു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിൽ ലക്ഷങ്ങളുടെ അഴിമതി. വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ പട്ടികവർഗ ലോൺ സബ്സിഡി അനുവദിച്ചതിലൂടെ നഗരസഭയ്ക്ക് നഷ്ടമായത് 24 ലക്ഷം രൂപ. മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ വിജിലൻസ് കേസെടുത്തു. 2020-21 സാമ്പത്തിക വർഷം വനിതാ SC ഗ്രൂപ്പുകൾക്കുള്ള ലോൺ സബ്സിഡിയിലാണ് അഴിമതി. നഗരസഭാ വ്യവസായ വികസന ഓഫീസർ പ്രവീൺ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ ലോൺ സബ്സിഡി അനുവദിക്കുകയായിരുന്നു. നഗരസഭ നടത്തിയ പരിശോധനയിലാണ് അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ വിജിലൻസിൽ പരാതി നൽകി. അനധികൃത ലോൺ സബ്സിഡി വഴി നഗരസഭയ്ക്ക് 24 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നറിഞ്ഞിട്ടും പ്രവീൺ അഴിമതിക്ക് കൂട്ടുനിന്നതായി വിജിലൻസ് FIR വ്യക്തമാക്കുന്നു. വിജിലൻസ് എടുത്ത കേസിൽ പ്രവീണിന് പുറമെ 19 വനിതകളാണ് പ്രതിപ്പട്ടികയിലുള്ളത്. നഗരസഭയിൽ മുമ്പും സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. AV ജയശങ്കർ, 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ RSS പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. RSS മണ്ഡൽ കാര്യവാഹക് വിഷ്ണുവിനാണ് ഇന്നലെ കുത്തേറ്റത്. ഇന്നലെ രാത്രി 10:30 കാഞ്ഞിരവളം ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെ തലക്കോണം സ്വദേശി വിഷ്ണുവിന് നേരെ ആക്രമണമുണ്ടായത്. അമ്പലത്തിൻകാല ജംഗ്ഷനിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു യുവാക്കളുമായി തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘർഷം. മൂർച്ചയുള്ള ടൈൽസ് കഷ്ണം കൊണ്ട് വിഷ്ണുവിന്റെ നെറ്റിയിലും മുതുകിലും കുത്തുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ വിഷ്ണുവിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. മുൻപ് ഉത്സവത്തിനിടെ നൃത്തം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷ്ണുവും കസ്റ്റഡിയിലുള്ളവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. കേരളത്തിൽ നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യത. നാളെ 10 ജില്ലകളിലും മറ്റന്നാൾ 12 ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, സംസ്ഥാനം ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിൽ വേനൽ ചൂട് കടുക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ ഒരു വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന വിവരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ, ഹരികൃഷ്ണൻ? ഇത് ഈ 2 മാസത്തോളമായി നീണ്ടുനിന്ന കടുത്ത ചൂടിന് ശേഷം കേരളത്തിൽ വേനൽമഴ എത്തുന്നു എന്നുള്ളതാണ്. അതായത് നാളെ മുതൽ 21-ാം തീയതി മുതൽ 25 വരെ മഴ ലഭിക്കും, വേനൽമഴ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം. ഈ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട രീതിയിൽ വേനൽമഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുന്നുള്ള ഒരു രീതിയിലുള്ള അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായിട്ടും അറിയിക്കുന്നത്. ഏതായാലും നാളെ 10 ജില്ലകളിലും മറ്റന്നാൾ 12 ജില്ലകളിലുമാണ് കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത. മറ്റന്നാൾ ഈ ജില്ലകൾക്കൊപ്പം തന്നെ കോട്ടയത്തും ആലപ്പുഴയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശരി, ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞ തീരം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമായിട്ടുണ്ട്. അമ്പലപ്പുഴ പുന്തല മുതൽ വടക്ക് പഴയങ്ങാടി വരെയാണ് ചൊവ്വാഴ്ച കടൽ ഉൾവലിഞ്ഞത്. ഭയപ്പെടാനില്ല എന്നും സ്വാഭാവിക പ്രതിഭാസം എന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം. പുലർച്ചെയോടെയാണ് പുറക്കാട് കടൽ തീരം സാധാരണ നിലയിലേക്ക് എത്തിയത്. ചാകര പ്രദേശമായതിനാൽ തീരം ശാന്തമാണ്. ചെളിയുള്ളതിനാൽ വള്ളങ്ങൾ അടുക്കാൻ കഴിയാത്ത സ്ഥിതി. ചെളി നിറഞ്ഞ നിരമാലയാണ് ഇവിടെ അടിയുന്നത്. കടൽ ഉൾവലിഞ്ഞ് ചെളി രൂപപ്പെട്ട സമീപ പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെ മുതൽ കടൽക്ഷോഭം ശക്തമാണ്. നിലവിലുള്ള കടൽ ഭിത്തിക്ക് മുകളിലൂടെയാണ് തിരമാല ആഞ്ഞടിക്കുന്നത്. നിലവിൽ നാശനഷ്ടമൊന്നുമില്ല. വേലിയിറക്കത്തിന്റെ ഉൾവലിവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ചാകര തെളിഞ്ഞ് കൂടുതൽ മത്സ്യസമ്പത്ത് പ്രദേശത്തെത്തുമെന്ന് പ്രതീക്ഷ. ഇതിപ്പം ഇവിടെ ഓൾറെഡി ചേർ ഉള്ളതാണ്. ആ ചേർ ഇപ്പോൾ കടൽ പുറന്നോട്ട് വലിഞ്ഞപ്പം ആ ചേറ് തെളിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചാകര എന്ന് പറയുന്നത് ഇനിയും കടലിളകി മറ്റുള്ള പ്രകൃതിയുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നാലേ ചാകരയെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കടൽ ഉൾവലിഞ്ഞ് കനത്തിൽ ചെളിയടിയുന്നതാണ് പ്രതിഭാസം. സുനാമിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. കടലിനടിയിലെ ചെളി തീരത്തടിയുന്നതോടെ ചാകരയിലെ മത്സ്യലഭ്യത കുറയുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ഇറക്ക സമയത്ത് ഈ ചേറ് പൊങ്ങിയിരിക്കുക, വേലിയേറ്റ സമയത്ത് വെള്ളം കയറുമ്പോൾ അത് കാണാതിരിക്കുക. സാധാരണ നമുക്കിത് ഒരു ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകതയാണ് ഈ ചേറ് വന്നിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം. ഒരു മാസം മുൻപ് പുന്നപ്ര തീരത്തും കടൽ 75 മീറ്റർ വരെ ഉൾവലിഞ്ഞിരുന്നു. കടൽ ഉൾവലിയുന്നതിനെ സംബന്ധിച്ച് സമുദ്ര പഠന ഗവേഷണ സർവകലാശാല വിശദമായ പഠനം നടത്തി വ്യക്തത വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 ആലപ്പുഴ. പേരാമ്പ്ര അനു കൊലപാതക കേസിലെ പ്രതി മുജീബ് റഹ്മാന് മുൻ കേസുകളിൽ ലഭിച്ച ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മുജീബ് സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പ്രതിയെ മലപ്പുറം കൊണ്ടോട്ടിയിലെത്തിച്ച് തെളിവെടുക്കും. ശിക്ഷിക്കപ്പെട്ട കേസുകളിൽ ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങി സമാന കുറ്റകൃത്യം ആവർത്തിക്കുന്നതാണ് മുജീബിന്റെ പതിവ്. ഒടുവിലത്തേതാണ് പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകം. ഇതിനു മുമ്പ് വയനാട്ടിലും കോഴിക്കോട് മുത്തേരിയിലും ആഭരണങ്ങൾ കവരുന്നതിനായി പ്രതി സ്ത്രീകളെ ആക്രമിച്ചിരുന്നു. സ്ഥിരം കുറ്റവാളിയായ മുജീബിന്റെ മുൻകാല കേസുകളിലെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഇതിനായി കേസുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കൊടും കുറ്റവാളിയായ ഇയാളെ നിരീക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നീക്കം. അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ സ്വർണം വിൽപ്പന നടത്തിയ മലപ്പുറം കൊണ്ടോട്ടിയിലെത്തിച്ച് തെളിവെടുക്കും. ഇന്നലെ പ്രതി ബൈക്ക് മോഷ്ടിച്ച കണ്ണൂർ മട്ടന്നൂരിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. കൃത്യം നടന്ന സ്ഥലത്ത് നാളെയായിരിക്കും തെളിവെടുപ്പ്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കനത്ത സുരക്ഷയൊരുക്കും. 24 കോഴിക്കോട്.
മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണം ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗവുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. റോഡിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നും പരിശോധനയിൽ കണ്ടെത്തി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. 16 കിലോമീറ്റർ തുടർച്ചയായി ഇറക്കം. പേമരം വളവിൽ മാത്രം അപകടമുണ്ടായത് 11 തവണ. തമിഴ്നാട്ടിൽ നിന്ന് 14 പേരുമായി വന്ന ട്രാവലർ ക്രാഷ് ബാരിയറുകൾ തകർത്താണ് 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. 11ാമത്തെ വണ്ടിയാണ് ഇപ്പോൾ ഈ മറിഞ്ഞു കിടക്കുന്നത്. 2-3 കാറ്, വണ്ടി, ജീപ്പ് എല്ലാം മറിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുൻവശത്തേക്ക് ഒരു വണ്ടി ട്രാവലർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചോട്ട് നിൽക്കുക. ഞാനിങ്ങോട്ട് 2 അടി വാഴിയത് കൊണ്ട് എൻ്റെ തല ഇങ്ങനെ ഏശി ഇങ്ങനെ വണ്ടി മറിഞ്ഞു. വണ്ടിക്കടി പോയതാണ് അവിടെ ഓർത്തത്. റോഡിൽ അപായ സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. മതിയായ വഴിയിൽ സിഗ്നലുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഡ്രൈവർ പരിചയക്കുറവുള്ള ഡ്രൈവറായിരിക്കും. വഴിയിൽ കുത്തനെ ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ്. നമുക്ക് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ്. അമിതമായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ. അങ്ങനെ ഒരു സൈഡിലേക്ക് വണ്ടി വീല് പൊങ്ങിയിട്ട് ബാരിക്കേഡിലിടിച്ച് താഴത്തേക്ക് മറിഞ്ഞായിട്ടാണ് കാണുന്നത്. അപകട വളവ് ഒഴിവാക്കാൻ പ്രദേശവാസി സ്ഥലം വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ. ഈ റോഡ് നിർമ്മിച്ച സമയത്ത് ഈ കൊടും എസ് വളവ് നിവർത്തണമെന്ന് ഇവിടുത്തെ പ്രദേശവാസികളും ഈ ഭൂവുടമ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് ഭൂവുടമയും പറഞ്ഞിരുന്നതാണ്. എന്നാൽ കോൺട്രാക്ടറും KC ബോർഡിൻ്റെ എഞ്ചിനീയർമാരും ഒത്തുകളിച്ചതിൻ്റെ ഫലമാണ് ഈ റോഡ് ഇത്രയും അപകടകരമായ രീതിയിൽ ഈ ഒരു കൊക്കയുടെ സ്ഥലത്ത് എസ് വളവിൽ ഇത് പണിത് വെച്ചിരിക്കുന്നത്. അപകടത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 പേർ അപകടനില തരണം ചെയ്തു. 24 ഇടുക്കി. പാലക്കാട് കൊപ്പത്ത് ഒരാഴ്ച മുമ്പ് പുതുക്കി പണിത റോഡ് വീണ്ടും തകർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡിലാണ് നവീകരണത്തിനു പിന്നാലെ ടാർ അടർന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാരണമെന്നാണ് ആക്ഷേപം. തൃത്താലക്കൊപ്പത്ത് നിന്ന് എറയൂർ വഴി മുളയൻകാവ് റോഡിലേക്കുള്ള എളുപ്പവഴിയാണ് ചക്കുറ്റി റോഡ്. 2 വർഷം മുൻപ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടാൻ കുത്തിപ്പൊളിച്ചതോടെയാണ് റോഡ് തകർന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് റോഡ് നന്നാക്കാൻ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചു. 4 മാസം മുൻപ് റോഡിൽ മെറ്റൽ നിരത്തിയെങ്കിലും ടാറിംഗ് പിന്നെയും വൈകി. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും റോഡ് വീണ്ടും തകർന്നു. തകർന്ന ഭാഗങ്ങൾ അടിയന്തരമായി പുനർനിർമ്മിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയതായി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. 24 പാലക്കാട്. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം സൂര്യശ്രീ ചേരും. അതിനുശേഷം ഗുഡ് ആഫ്റ്റർനൂൺ തുടരും. ഓവർ ടു മാർക്കറ്റ് വ്യൂ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു. സെൻസെക്സ് 300 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,900 മുകളിൽ വ്യാപാരം തുടരുന്നു. മീഡിയ, മെറ്റൽ ഓഹരികളിൽ നഷ്ടം. നേട്ടത്തിൽ വ്യാപാരം തുടർന്ന് ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികൾ. യുഎസുമായി 4 മാസത്തെ ക്രൂഡ് ഓയിൽ കരാറിൽ ഒപ്പുവെച്ച് ഭാരത് പെട്രോളിയം. കരാർ അനുസരിച്ച് പ്രതിമാസം 1 ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യും. ജൂൺ മാസം മുതൽ പുതിയ കരാർ അനുസരിച്ച് എണ്ണ വിതരണം ആരംഭിക്കും. വിവാദ ഡ്രസ് കോഡ് പിൻവലിച്ച് ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം സൊമാറ്റോ. പിൻവലിച്ചത് വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ജീവനക്കാർക്ക് പച്ച നിറത്തിലുള്ള ഡ്രസ് കോഡ് നൽകാനുള്ള തീരുമാനം. ഉപഭോക്താക്കളുടെ അഭിപ്രായം മാനിക്കുന്നുവെന്നും തങ്ങളുടെ എല്ലാ വിതരണക്കാരും ചുവപ്പ് നിറം തന്നെ തുടരുമെന്നും സൊമാറ്റോ CEO ദീപിന്ദർ ഗോയൽ. രാജ്യത്ത് വ്യാജരേഖകൾ നൽകിയെടുത്ത സിം കാർഡുകൾ റദ്ദാക്കാൻ ടെലികോം മന്ത്രാലയം. ആദ്യഘട്ടത്തിൽ റദ്ദാക്കുക 21 ലക്ഷത്തിലധികം സിം കാർഡുകൾ. പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ സേവനദാതാക്കൾക്ക് കത്ത്. വിദ്യാഭ്യാസ ധനകാര്യ അനുബന്ധ സ്ഥാപനം HDFC ക്രെഡിലയുടെ ഓഹരി വിൽപ്പന അവസാനിപ്പിച്ച് HDFC ബാങ്ക്. $1.15 ബില്യൺ ഓഹരി വിൽപ്പന അവസാനിപ്പിച്ചു. ഓഹരികൾ വിറ്റഴിച്ചത് സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളായ BPA ഇക്വിറ്റി, ക്രിസ് ക്യാപിറ്റൽ എന്നിവയ്ക്ക്.
ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്നൊരു അസ്ഥിരത പ്രകടമാണ്. ചാഞ്ചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ച ഓഹരി വിപണി പിന്നീട് ഒരു നഷ്ടത്തിലേക്കൊക്കെ വഴുതി വീഴുകയും അവിടെ നിന്ന് വീണ്ടും വിപണി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കാഴ്ചയാണ് കണ്ടത്. മീഡിയ മെറ്റൽ ഓഹരികളിൽ നഷ്ടമുണ്ടായപ്പോൾ നേട്ടത്തിന് നേതൃത്വം നൽകിയത് ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികളാണ്. ഇന്ന് ഏകദേശം ഒരു 1.5% വരെ നേട്ടത്തിന് നേതൃത്വം നൽകിയത്. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു പോസിറ്റീവ് ട്രിഗറിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50-ൽ 80 പോയിന്റ് ഉണർവിൽ 21,897 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും അവിടെ ഒരു പോസിറ്റീവ് മോഡ് തന്നെയാണ്. നിഫ്റ്റി ബാങ്കിൽ ആണ് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് മോഡ് കാണുന്നത്. 196 പോയിന്റ് നേട്ടത്തിൽ 46,580 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഏതായാലും ഇന്നലേക്കുണ്ടായിരുന്ന ഒരു വിൽപ്പന സമ്മർദ്ദം ഒരു പരിധിവരെ മാറിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ഏകദേശം ഒരു 264 പോയിന്റ് നേട്ടമുണ്ട്. 72,276 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഏതായാലും ഒരു ഓഹരി വാങ്ങലിന്റെ ഒരു സൂചന നമുക്ക് ഈ ഒരു പോസിറ്റീവ് ട്രിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. അവർ പലിശ നിരക്ക് കുറച്ചോ അല്ലെങ്കിൽ കൂട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഊഹാപോഹങ്ങളാണ് വിപണിയിൽ ഈ ഒരു ചാഞ്ചാട്ടത്തിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഉണ്ട്. DPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള പോൾ തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് നിലവിലെ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് സാക്ഷ്യം വഹിച്ച് ഇപ്പോൾ ഒരു പോസിറ്റീവ് ട്രിഗറിലാണ് വ്യാപാരം നടക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം മാർക്കറ്റിനെ സ്വാധീനിച്ചിരിക്കുന്നത്? ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഏകദേശം 21,900 അടുത്ത് വരെ പോയായിരുന്നു. എന്നാൽ വീണ്ടും അത് ഒരു സെല്ലിങ് മാർക്കറ്റിൽ കണ്ടു. 21,710 ലോ വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് 21,930 വരെ കയറി. സത്യം പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് വോളറ്റൈലായിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കാണുന്നത്. ഏകദേശം 200 പോയിന്റിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് എന്നാൽ മാർക്കറ്റ് വോളറ്റൈലായിട്ട് നിൽക്കുന്നത്. ഇത് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇന്ന് രാത്രിയിൽ US-ന്റെ ഒരു ഫെഡറൽ റിസർവിൻ്റെ ഒരു ഡിസിഷൻ വരാനുണ്ട്. നാളെ നിഫ്റ്റിയുടെ ഒക്കെ ഓപ്ഷൻ്റെ ഒരു ക്ലോസിംഗ് ആണ്. മാത്രമല്ല അടുത്ത വ്യാഴാഴ്ച മന്ത്ലി ഫ്യൂച്ചേഴ്സിൻ്റെ ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ നാളെ മുതൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 ദിവസം ഒക്കെ ഉള്ളൂ അടുത്ത ട്രേഡിംഗ് ഡേയ്സ്. അടുത്ത മൺഡേ ഒരു ഹോളിഡേ ആയിട്ട് അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ നിന്ന് കളിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചോളം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം മാർക്കറ്റിൽ ഇലക്ഷൻ വരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അവർ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നമ്മുടെ ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം, HNIസിനെ സംബന്ധിച്ചോളം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് അടുത്ത FII സംബന്ധിച്ചോളം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ലോങ് ടേം വ്യൂ കൂടെ കണക്കിലെടുത്തായിരിക്കും അവരുടെ പോർട്ട്ഫോളിയോകൾ അവർ പ്രത്യേകിച്ചും അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ചില സെല്ലിംഗ് ഒക്കെ ഇടയ്ക്ക് FIIസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണി പല രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾക്കും വിധേയമായി നേട്ടത്തിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ വൈകിട്ട് 4:45 കാണാം. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂണുമായി TK രജിത്ത് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വാർത്തകളിലേക്ക് വീണ്ടും. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ വ്രതം ആരംഭിച്ചതോടെ കാസർകോട്ടെ പള്ളികളിൽ പ്രസിദ്ധം നെയ്ക്കഞ്ഞിയാണ്. നെയ്യും തേങ്ങയും ഒക്കെ ഇട്ട് തയ്യാറാക്കുന്ന കഞ്ഞി വാങ്ങാൻ നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തുന്നത്. നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴേക്കും യാത്രക്കാർക്ക് പഴങ്ങളും നൽകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കാസർഗോഡ് തെരുവത്ത് പള്ളി. വൈകിട്ടുള്ള അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ പിന്നെ കൊച്ചു കുട്ടികൾ മുതൽ പാത്രവുമായി പള്ളിയിലേക്കെത്തും. നോമ്പു തുറയ്ക്ക് പള്ളിയിൽ നിന്ന് നൽകുന്ന കഞ്ഞി വാങ്ങുകയാണ് ലക്ഷ്യം.
പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് കഞ്ഞി വെള്ളം വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ചീർണിയായിട്ട് കഴിക്കലുണ്ട്. അൽഹംദുലില്ലാ ഇത് കഴിച്ചവർക്ക് ഇന്ന് കൊണ്ട് ചിഫക്ക് സുഖമില്ലാത്തവർക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കലുണ്ട്. അതിൽ സുഖം കിട്ടാന്ന് പോകുന്നുണ്ട്. 75 വർഷത്തോളമായി ഇവിടെ വിശന്നു വരുന്നവർക്കായി കഞ്ഞി വിതരണം തുടങ്ങിയിട്ട്. ആദ്യം പുഴുക്കലരിയും തേങ്ങയും മാത്രമിട്ട് തയ്യാറാക്കിയ കഞ്ഞി 15 വർഷങ്ങൾക്ക് മുൻപ് നെയ്യും തേങ്ങയും പയറും ജീരകവുമൊക്കെ ഇട്ട് മാറ്റങ്ങൾ വരുത്തി. നെയ്ക്കഞ്ഞ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ മറ്റുള്ള പള്ളികളുണ്ട്, അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റോടു കൂടിയാണ് കൊടുക്കുന്നത്. അതാണ് എല്ലാവരും കാസർഗോഡ് ഏകദേശം ആൾക്കാരുടെ ഇവിടെ വന്നിട്ട് കഞ്ഞി വാങ്ങുന്നുണ്ട്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് നോമ്പ് തുറക്കായി പഴങ്ങളും തെരുവത്ത് പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കാസർഗോഡ്. നോക്കാമിനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാണികൾക്ക് ദൃശ്യവിസ്മയമൊരുക്കി വടകരയിൽ ഫ്ലവേഴ്സ് സിംഫണി മെഗാ ഷോ. വടകര അറക്കൽ പൂരത്തിന്റെ ഭാഗമായി അറക്കൽ കടപ്പുറത്തായിരുന്നു പരിപാടി. സാംസ്കാരിക സദസ്സിൽ ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലനും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും മുഖ്യാതിഥികളായിരുന്നു. സംഗീതവും നൃത്തവും അഭിനയവും ഒന്നിച്ചൊരു കൂട കീഴിൽ അണിനിരുന്നപ്പോൾ അറക്കൽ കടപ്പുറത്ത് പൂരലഹരി. സംഗീത സംവിധായകനും ഗായകനുമായ ശരത്തിനൊപ്പം പിന്നണി ഗായകരായ വൈക്കം വിജയലക്ഷ്മിയും പ്രസീത ചാലക്കുടിയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കോമഡി ഉത്സവം താരങ്ങളും ഫ്ലവേഴ്സ് സിംഫണി മെഗാ ഷോയിൽ അണിനിരന്നു. സാംസ്കാരിക സദസ്സ് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല പരിശുദ്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് നമ്മളെ അടുത്ത സുഹൃത്തോടോ അടുത്ത അന്യ ജീവികളോടോ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ദൈവം. അതാണ് ദൈവം. മറ്റുള്ളവരെ ദുഃഖങ്ങളും മറ്റുള്ള വിഷമങ്ങളും മനസ്സിലാക്കി അവരെ നമ്മൾ സഹായിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് വന്നാൽ നമ്മൾ ദൈവമായി മാറും. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ഈയിടെ അടുത്തിടെ എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ശ്രീകുമാരൻ തമ്പിക്ക് 84 വയസ്സായല്ലോ, അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രഗാനം ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫിലോസഫി പോലെ അദ്ദേഹം അവതരിപ്പിച്ചൊരു പാട്ടുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. നമ്മൾ ദുഃഖം താങ്ങാനാകാതെ ബാവിട്ട് നിലവിളിക്കുമ്പോൾ 1000കണക്കിന് ആളുകൾ നമ്മെ തേടി വരും ചിരിക്കുമ്പോൾ. എന്നാൽ കരയുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ. നമ്മുടെ കണ്ണീരിന്റെ ഉപ്പിന്റെ വില മനസ്സിലാകുന്നത് ചിലപ്പോൾ നമുക്ക് മാത്രമായിരിക്കും.
ആർത്തിരമ്പുന്ന കടലിനെ സാക്ഷിയാക്കി നടന്ന ദൃശ്യവിരുന്ന് ജനസാഗരത്തിനും മികച്ച അനുഭവമായി. 24 കോഴിക്കോട്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.